ആ പിന്നെ ഇന്നെന്താ സ്പെഷ്യല്? എന്താ അടിപൊളി സാധനം ഉണ്ടാക്കണ്ടല്ലോ ഇപ്പോൾ? ഇന്നെന്താ സ്പെഷ്യല്? അതെ, ഇന്ന് ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ആരാപ്പത്? നമ്മളെ അച്ഛനും അമ്മയും. ഒരു ഗസ്റ്റാ? ഇവിടേക്ക് വരുന്നതല്ലേ, ഒരു ഗസ്റ്റ് എങ്ങനെ ആകുക? അല്ല, അപ്പൊ വന്ന സ്ഥിതിക്ക് ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ, പറയാ സാധനത്തിന്റെ പേര്. ഇതാ കണ്ടിട്ട് മനസ്സിലാണല്ലോ, ഇതെന്താ സാധനം? ഇത് ശർക്കര. അപ്പൊ ശർക്കര ഇട്ടിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസമാണ് ഇന്നുണ്ടാക്കുന്നത്. പിന്നെ അമ്മേ, ഇത് കേൾക്കണോ? ചെറുപയർ പരിപ്പ് വാങ്ങാൻ പറഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുകയാണേ, അങ്ങനെ ഒരു പരിപ്പുണ്ടോ, നമുക്ക് മാറിപ്പോയതാണോ എന്ന്. നല്ല ആളാ. ഡയലോഗ് അടിക്കണ്ട, സാധനം ഉണ്ടാക്കി കൂടി വേഗം. അതിനെ ഇന്ന് ഞാനല്ല ഉണ്ടാക്കുന്നത്, ഇന്ന് ഉണ്ടാക്കുന്നത് അമ്മയാണ് ഉണ്ടാക്കുന്നത്. അമ്മയ്ക്കും പണി കൊടുത്തല്ലേ? നല്ല ആളാട്ടോ, ഒരാള് വരാൻ കാത്തുക്കേനി. നിങ്ങൾക്ക് ഈ പയറിന്റെ ഒക്കെ ഒരു കഥയുണ്ട്, അതറിയോ? ഇല്ല, അറിയില്ല. എന്നാ അമ്മയ്ക്ക് അറിയാം, അമ്മ പറഞ്ഞു തരും. ആയിക്കോട്ടെ, എന്നാ കേക്കാം. ഒരു പ്രായമായ മുത്തശ്ശി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ കഴിക്കാനൊന്നുമില്ല. അപ്പം ഇങ്ങനെ തെരഞ്ഞു പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു കൃഷിസ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൃഷി ചെയ്തിട്ടുള്ള എന്താ പയറിൻ്റെ മണികളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പയറുമണി കിട്ടി. പിന്നെയും കുറച്ചും കൂടി നടന്നു നോക്കിയപ്പോൾ എന്താ കുറച്ച് കടലേൻ്റെ മണി കിട്ടി. അങ്ങനെ ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് അപ്പോൾ അത് കത്തിക്കണമെങ്കിൽ വിറക് വേണ്ടേ. അപ്പോൾ കുറേ ഇങ്ങനെ നടന്ന് നോക്കിയപ്പോൾ ഉണ്ട് കുറച്ച് സ്ഥലത്ത് ഈ അതൊക്കെ ഇതാക്കിയതിൻ്റെ ഈ വൈക്കോലൊക്കെ കൂട്ടിയിട്ടിട്ട് ഈ വൈക്കോലും കൊണ്ടുവന്ന് ഒരു ഭാഗത്താക്കി കത്തിക്കണമെങ്കിൽ തീ വേണ്ടേ. അങ്ങനെ അടുത്ത എവിടെയോ പോയി കണ്ട് കുറച്ച് ഈ കരിക്കട്ട കൊണ്ടുവന്ന് അതിനെ എന്തൊക്കെയോ ആക്കിയിട്ട് ഇത് ആക്കി ഒരു കടലാസിലൊക്കെ തീ കത്തിച്ച് ഈ കരിക്കട്ടേനെയൊക്കെ ചൂടാക്കി പിന്നെ വിറകൊക്കെ എന്താ പറയുക വൈക്കോലില്ലേ അതൊക്കെ വെച്ച് കൊടുത്ത് കണ്ട് ഇതിങ്ങനെ കത്തിച്ചിട്ട് ഈ പയറുമണി വറുക്കുകയായിരിക്കും. അപ്പോൾ ഈ പയറുമണി വറുക്കുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് എന്താ ഒരു പയറുമണി ഇങ്ങനെ വറുക്കുന്ന സമയത്ത് തെറിച്ചു വെച്ച് അതെന്താക്കി മെല്ലെ പോയിട്ട് ഈ വാതിലിൻ്റെ ഈ ബാക്കിലുണ്ടാവില്ലേ, വാതിലിൻ്റെ ബാക്കിലവിടെ ഒളിച്ചിക്കും. പിന്നെ ഈ പയറുമണി ഇങ്ങനെ വറുക്കുന്ന നേരം എന്താക്കും ഈ വൈക്കോല് വെക്കുന്ന നേരം വൈക്കോലും ഒന്ന് അയമ്മൻ്റെ കൈമിൽ നിന്ന് തെറ്റി ഇങ്ങനെ തെറിച്ചു. അപ്പോൾ ഈ വൈക്കോലും ഈ പോയിട്ട് ഈ വാതിലിൻ്റെ ഉള്ളിലെത്തും, വാതിലിൻ്റെ ബാക്കിൽ ഒളിച്ചിക്കും. പിന്നെ കുറച്ചത് ഈ തീ ഇങ്ങനെ ഊതി കത്തിക്കല്ലേ ചെയ്യുക. അപ്പോൾ ഒരു കനലിൻ്റെ കട്ടയും തെറിച്ചിങ്ങാണ്ട് ഇങ്ങനെ പോയി ഒരു മൂന്നാളും കൂടി വാതിൻ്റെ ബാക്കിലെത്തും. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ പോവുകയായിരിക്കും. അങ്ങനെ ഇവർ മൂന്നാളും കൂടി അവിടെ നിന്ന് ഒളിച്ചൊളിച്ച് ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് പോവാം, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ ആ സ്ത്രീ നമ്മളെ തിന്നൂലേ, ഇത് കത്തിച്ചിട്ട് വൈക്കോലൊക്കെ കത്തിയും പോകൂലേ. ഇങ്ങനെ ഇവർ മൂന്നാളും കൂടി പോവുകയായിരിക്കും. പോയിട്ടൊരു എന്താ പറയുക വലിയൊരു എന്താ പുഴ കിടക്കാണ്ട്. ഈ പുഴ കിടക്കുന്ന സമയത്ത് എങ്ങനെയാ അപ്പൊ ഈ പുഴ കിടക്കാൻ കനലല്ലേ കൂടെ ഉള്ളത്, അപ്പോഴും കത്തൂലേ? ആ കനലിങ്ങനെ മൂന്നാളും കൂടി നടന്നു പോവുകയാണ് വേറെ ആയിട്ട് നടന്നു പോകുന്ന നേരം. ഇല്ലെങ്കിൽ വരെ ഇയമ്മ കത്തിച്ച് എന്താ ചാമ്പലാക്കി കാണൂലേ, ഈ പയറുമണിയിൽ തിന്നും ചെയ്യും. അങ്ങനെ മൂന്നാൾ പോകുന്നേരം ഒരു പുഴ കിടക്കാണ്ട്. ഈ പുഴ കിടക്കുന്ന സമയത്ത് എങ്ങനെ ഈ പുഴ കിടക്കുന്നുള്ളതായി, ഇല്ലെങ്കിൽ അമ്മ പിന്നെയും വന്ന് ഇവരെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ അപ്പോൾ ഈ വൈക്കോല് പറയും, ഞാനിങ്ങനെ പാലം പോലെ ഈ പുഴൻ്റെ നടുവിൽ ഇങ്ങനെ നിൽക്കും, അപ്പുറമായിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ നിങ്ങൾ രണ്ടാളും കടന്നോളൂ, നിങ്ങൾ കടന്നിട്ട് ഇനി അങ്ങോട്ട് വലിച്ചാൽ മതി എന്നറിയും പയറുമണീനോട്. അങ്ങനെ ഇത് പാലം പോലെ ഇങ്ങനെ നിന്ന് കൊടുക്കും. ചെറിയൊരു പാലാണ്, വല്ല പുഴയാണ്. അന്നപ്പോൾ ഈ അതങ്ങനെ വരങ്ങനെ പാലം പോലെ നിന്ന് കരിക്കട്ടയ്ക്കും ഈ ചെറുപയറിനും ഈ പാലം മുറിച്ച് കിടക്കാൻ പേടി. ഇതിൻ്റെ മുകളിൽ കൂടെ പോകുന്ന നേരം പുഴയിലേക്കിട്ട് വീണ് പോയാലോ വിചാരിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ പേടി. അന്നപ്പോൾ അപ്പോൾ ഇവർ തമ്മിൽ മത്സരമായി, ആരാദ്യം പോകും എന്നുള്ള ഒരു മത്സരമായി. അങ്ങനെ കരിക്കട്ട പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇത് പറയും, നിങ്ങൾ എവിടെയും ഈ വൈക്കോല് പറയും, നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചിട്ട് പോകണം, എവിടെയും നടുവിലൊന്നും നിന്നിട്ടൊന്നും നോക്കരുത്, വേഗം മുറിച്ചങ്ങോട്ട് കിടക്കണം എന്നറിയും. അങ്ങനെ പയറുമണി പോയി അക്കരെ കടന്ന്. അപ്പോൾ വൈക്കോല് പിന്നെ രണ്ടാമതാണ് പോകുന്നത്. വൈക്കോല് ഈ കരിക്കട്ട പോകുന്ന സമയത്ത് കരിക്കട്ട അങ്ങനെ നടുവിൽ നിന്നിട്ട് ഇങ്ങനെ താഴേക്ക് നല്ല ഭംഗിയുണ്ടല്ലോ, വെള്ളം അങ്ങനെ ഒലിച്ച് പോകുന്ന കാണാൻ താഴേക്ക് ഒരു നിമിഷം നോക്കിയതിരിക്കും. അപ്പോൾ ഈ വൈക്കോൽ എന്താക്കി പൊട്ടി
താഴത്തെ കുളത്തിൽ ഇതിലേക്ക് ഒലിച്ച് വീണ്, പുഴയിലേക്ക് ഒലിച്ച് വീണ് പൊട്ടി വീണ് ഈ കരിക്കട്ടി അതിൻ്റെ കൂടെ ഒലിച്ചു പോയി. അപ്പൊ പയറുമണി ഇത് കണ്ടിട്ട് ചിരിച്ച് വീണിട്ട് എന്താണ് അങ്ങനെ ചിരിച്ചിട്ട് അതിന്റെ വയറ് പൊട്ടിപ്പോയി. വയറില്ലേ, അങ്ങനെയാണ് ആ പയറുമണിക്ക് പിന്നെ ഈ നടുവിലൊരു അങ്ങനെ ഈ പയറുമണി എന്താക്കി ഈ പൊട്ടിപ്പോയപ്പോൾ അതിന് വേദനയായി. അപ്പൊ അതും കൊണ്ടൊരു തുന്നക്കാരൻ്റെ അടുത്ത് പോയി. അപ്പൊ തുന്നക്കാരൻ അവിടെ എത്തിയപ്പോൾ അതിന് തുന്നി കൊടുത്തത് ഈ പൊട്ടി വയറിന് ആ തുന്നി അടയാളാണ് പയറുമണിക്ക് ആ വര വന്നത്. അങ്ങനെ പൊട്ടിയതാണ് 2 കഷ്ണമായിട്ട്. അങ്ങനെയാണ് അതിന് ആ നടുവിൽ കൂടെ ആ വര വന്നിട്ട് തുന്നക്കാരൻ തുന്നി അടയാളം. ആ കഥ എപ്പോഴും ഓർമ്മ ഇങ്ങനെ തെറിച്ചൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഒന്നിപ്പോ വാതിലുള്ള കാര്യം ഒഴിച്ചേക്ക പണ്ടുള്ളവർ ഉണ്ടാക്കി കഥയാണ്. അതാണ് നല്ലോണം ശ്രദ്ധിക്കണം. പറഞ്ഞ മാതിരി അനുസരിക്കണം. അതനുസരിച്ചായിട്ടാണ് ഒഴിച്ചു ഇതിലേക്ക് കരിക്കട്ട കത്തിയിട്ട് നടുവില് നിൽക്കുന്ന ഇത് കത്തി പോലെ വൈക്കോല് ആദ്യം ഇതിനൊക്കെ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആരും എവിടെയും നിൽക്കരുത്, എല്ലാവരും വേഗം മുറിച്ച് കിടക്കാൻ നോക്കണം. അതാണ് പറഞ്ഞ കേട്ടാലും കേൾക്കാത്ത കുഴപ്പമാണ്. അപ്പൊ കഥ കേട്ടില്ലേ നിങ്ങള്? കഥ കേട്ടെ, ഞാൻ ആദ്യമായിട്ട് കേൾക്കട്ടെ. ഞാനും ആദ്യമായിട്ട് കേൾക്കുകയാണ്. നമ്മള് പണ്ടൊക്കെ ഇങ്ങനെ ബാലരമയിലൊക്കെ ഇങ്ങനെ വായിക്കല്ലേ ഇങ്ങനത്തെ കഥ, ഓരോന്നിനും എങ്ങനെയൊക്കെ വന്നെന്നുള്ളത്. അതുപോലെ ഉണ്ട്. ശരി, ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ അമ്മനെ പറയാം ഇതിന്റെ എങ്ങനെ ഉണ്ടായിന്ന് അല്ലേ, അമ്മ കഥ അറിഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത് എങ്ങനെയാ അതിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാന്ന് പറയും. അപ്പം പായസത്തിന് ആദ്യം നമ്മള് ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ശർക്കര അലിയിക്കണം. എത്ര അത് നമ്മൾ എത്ര പയറെടുക്കണോ, ചെറുപയർ പരിപ്പ് എടുക്കണോ അത്രയും അളവ് തന്നെ ശർക്കര എടുക്കുക. എന്നിട്ട് അതിന് കുറച്ചൊരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിന് ശർക്കര പാനിയാക്കുക. എന്നിട്ട് ഈ ചെറുപയർ എന്ത് ചെയ്യുക, വറുക്കുക. അത് വറുത്ത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് മാറ്റി വെക്കുക. പിന്നെ കുറച്ചെടുത്തിട്ട് ഒന്നുകൂടെ നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആക്കിയിട്ട് വറുക്കുക. അങ്ങനെ അത് വറുത്ത് അവിടെ തണുക്കാൻ വേണ്ടി എടുത്ത് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ ഒരു തേങ്ങേൻ്റെ ഒരു തേങ്ങേൻ്റെ 3 പാല്, 1-ാം പാല്, 2-ാം പാല്, 3-ാം പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചൂട് തനഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെന്ത് ചെയ്യാം, കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടാം. ഒരു 3-4 വിസിൽ അടിക്കണ വരെ. ശർക്കര മാത്രമല്ല ഉപയോഗിക്കുള്ളൂ, പഞ്ചസാര ഉപയോഗിക്കണ്ടല്ലോ. വേണ്ട. അപ്പൊ ഇത് 3-ാം പാലിലാണ് നമ്മള് ചെറുപയർ പരിപ്പ് വേവിക്കുന്നത്. 3-ാം പാൽ ഒഴിച്ചിട്ട് സ്റ്റവിൽ വെച്ച് 3-4 വിസിൽ 3 വിസിൽ മതിയാവും. ശർക്കര അരിപ്പ കൊണ്ട് തരിച്ചതാണ് ഇപ്പൊ കണ്ടത്. അപ്പൊ ശർക്കര പാനിയാക്കിയിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് അപ്പോഴേക്കും നമ്മളെ ഇത് റെഡിയായി, ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-ാം പാൽ ഒഴിക്കുക, ശർക്കര പാനി ഒഴിക്കുക. എന്നിട്ട് സാധാരണ പാൽ ഉപയോഗിക്കാൻ പറ്റില്ല. സാധാരണ പാലല്ല, ഇതിന് തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുക. ഇതിപ്പോ ശർക്കര പാനി ഒഴിച്ച് ഒന്ന് ഇളക്കുക. ആ കട്ടയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2-ാം പാലും ഒഴിച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നുകൂടെ തിളപ്പിക്കുക. അപ്പം അതാ തേങ്ങേൻ്റെ 2-ാം പാലാണ് ഇനി പൊഴിക്കുന്നത്. 2-ാം പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക. ചൂടാക്കണില്ലേ? ചൂടാക്കാം. ഇതിന് ഒന്ന് തിളപ്പിക്കുക. ശർക്കര പാനി ഒഴിച്ചല്ലേ, അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നല്ലോണം ഒന്ന് ശർക്കരയൊക്കെ അതിലേക്ക് പിടിച്ച് വരണ്ടേ. പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഒരു മധുരം നുള്ളു മതി, കുറേ ഒന്നും ഇടണ്ട. മധുരം ഒന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജീരകവും ഏലക്കായ പൊടിച്ചതും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒഴിക്കെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതാണ് 1-ാം പാല്. നല്ല കട്ടിപ്പാലേക്ക് തേങ്ങേൻ്റെ ആ 1-ാം പാൽ ഒഴിച്ചിട്ട് ഇനി അത് തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. മധുരമൊക്കെ നോക്കിക്കുന്ന. ഇപ്പൊ നിങ്ങള് പഠിച്ചല്ലോ പായസം ഉണ്ടാക്കായി? ഉണ്ടാക്കി തരണം. അപ്പൊ അമ്മ എനിക്കിതാ കുറച്ച് പായസം തന്നിട്ടുണ്ട്. എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട്. മധുരമൊക്കെ പാകാണോ? ആദ്യം ഗണപതിക്ക് കൊടുക്കണം എന്നാണല്ലോ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് സംഭവം. എനിക്കിത് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ കൊറേ കാലായിട്ട് ഇത് കുടിച്ചിട്ട് ഇപ്പൊ മക്കളായ അങ്ങനെയല്ലേ, അമ്മമാരുണ്ടാക്കുമ്പോ മക്കളോട് തിരിഞ്ഞു കളിക്കല്ലോ. ഇത് നെയ്യ് ചൂടാക്കിയിട്ട്, പിന്നെ പായസത്തിൽ നെയ്യ് ഉണ്ടോ വേണ്ടേ, അണ്ടിപ്പരിപ്പ് ഇട്ട് ചൂടാക്കുക. പിന്നെ മുന്തിരി ഇപ്പൊ വരും.
ഞാൻ പറയാം ഇതിനെക്കാട്ടി മുന്നേ പറയരുത് മുന്തിരി, ആൾക്കാർ കൺഫ്യൂഷൻ ആവും. അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. മുന്തിരി വന്നില്ല കേട്ടോ. മുന്തിരി വരും. ആദ്യം അണ്ടിപ്പരിപ്പിന് അവിടെ ചേർക്കട്ടെ. ഞാൻ പറഞ്ഞു പോവല്ലേ. മുന്തിരി വന്നു കേട്ടാ. അങ്ങനെ മുന്തിരിയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഉണക്കമുന്തിരി അല്ലേ? ഉണക്കമുന്തിരി. പിന്നെ നിങ്ങൾക്ക് അറിയില്ല വിചാരിച്ചിട്ട് ആൾക്കാർ എത്ര വിവരമില്ലാത്ത ആൾക്കാർക്ക് അറിയാം. ഉണക്കമുന്തിരി അല്ലേ പിന്നെ പായസത്തിലൊക്കെ ഇടല്ലേ. മുന്തിരി പറയുമ്പോ മുന്തിരിയോ ചോദിക്കൂ. അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ എന്താ എന്തൊക്കെയാ പറയണെന്ന് ആൾക്കാർ വിചാരിക്കുന്നു പറഞ്ഞു. നിങ്ങൾ എന്താ എനിക്ക് അത്രയ്ക്ക് പ്രായമായിട്ടൊന്നുമില്ല, ഞാൻ ചെറുപ്പക്കാരിയാണ്. ചെറുപ്പക്കാരി എങ്ങനെയാണ്? അപ്പൊ നമ്മള് മുന്തിരി വറുത്തിട്ടുണ്ട്, ഇനി അതും പായസത്തിലേക്ക് അങ്ങോട്ട് ചേർക്കാം. ഇനി അങ്ങോട്ട് അതാ ഇളക്കി മിക്സ് ആക്ക. കുറച്ച് കട്ടിയായി പോയോ? ആൾക്കാർ കിട്ടോ? ആൾക്കാരും കിട്ടോ? കുറച്ച് കട്ടിയുള്ളതാണ് ടേസ്റ്റ്. ഇനിയിപ്പോ അങ്ങനെ പറയാം, ഉണ്ടാക്കി കുറച്ച് കട്ടിയായി പോയി എന്ന് പറഞ്ഞാ പോരെ? അല്ലല്ല, ഇത്ര കട്ടി വേണോ? ആയിക്കോട്ടെ, സമ്മതിച്ചു. ഇത്ര കട്ടി തന്നെ വേണം കേട്ടോ. ഇതാ നമുക്ക് പായസം സെർവ് ചെയ്യാം. ആയിക്കോട്ടെ. നല്ല ചൂടുണ്ട്, എന്റെ കൈ പടി പൊള്ളു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് അവിടെ വെക്കുകയാണേ. ഇനി ഇങ്ങനെ ഒഴിച്ചാൽ മതി. നല്ല പുക കൊണ്ടല്ലോ, കാണാൻ എന്താ ഭംഗിയില്ലേ. ടേസ്റ്റ് ഉണ്ടാക്കിയിരിക്കില്ല. അമ്മ ഉണ്ടാക്കിയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും. അത് ഞാൻ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് പായസം കുറയ്ക്കും ഞാൻ. കത്തിയൂരല്ലേ പറഞ്ഞതാ. അപ്പൊ അതാ ഗ്ലാസ്സിൽ ഒഴിക്കാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും പായസം ഉണ്ടാക്കിയതൊക്കെ കണ്ടല്ലോ. പായസത്തിന്റെ കൂടെ ഞങ്ങളെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഒന്ന് കുത്തി പൊട്ടിച്ചേക്കിട്ടോ. എന്തായാലും ഇനി നാളേക്കും വേണ്ടതാണേ. ലൈക്കും ചെയ്തേക്കിട്ടോ. ലൈക്കും കമന്റും ഒക്കെ പറയണം. അമ്മ ഉണ്ടാക്കിയ പായസം എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് കൂടെ പറയണം. അമ്മ ഉണ്ടാക്കിയതാണേ, അതറിയാം, ഞാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എല്ലാവർക്കും കൊടുക്കാം. ഇത് അച്ഛനാണ് ഇത്. അപ്പോൾ അച്ഛന് ഒരു ഗ്ലാസ് പായസം കൊണ്ട് കൊടുത്ത്, അച്ഛൻ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് കണ്ടുകൊണ്ട് കുടിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ഫേവറേറ്റ് പായസമാണ് ഇത്, ചെറുപയർ പരിപ്പ്. എത്ര കിട്ടിയാലും കുടിക്കും. ഷുഗറൊക്കെ ഉണ്ട്, എന്നാലും ഈ പായസം കിട്ടിയ അച്ഛൻ വിടൂല. അപ്പം മക്കൾക്കൊക്കെ ഇഷ്ടമായി. പക്ഷെ പിന്നെ ഇതിന് പ്രത്യേകത പറഞ്ഞത് തണുപ്പിച്ച് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. തണുപ്പിച്ച് കുടിക്കുമ്പോൾ പിറ്റേ ദിവസം തണുപ്പിച്ച് കുടിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാ. എനിക്ക് ഈ ചൂടോടെ കുടിക്കുന്നതിലും എനിക്ക് ഏറ്റവും ഇഷ്ടം തണുപ്പിച്ച് കുടിക്കാനാ. ഇത് വേസ്റ്റ് ഒന്നല്ല. ആ പായസം കൂടി തരി കുടിക്കട്ടെ. വേസ്റ്റ് അല്ല കേട്ടോ, പഴയ സാധനം അതാ ഉദ്ദേശിച്ചിട്ടോ. പഴയതിന് ഇന്നുണ്ടാക്കുന്നതിലും ടേസ്റ്റ് കൂടും. ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പഴയത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതാണ് നല്ല തടി ഇങ്ങനെ. പിന്നെ അപ്പൊ അമ്മയ്ക്ക് ഇതാ പായസം കൊടുത്ത് ഉണ്ടാക്കുന്നതാക്കി കൊടുക്കണ്ടേ? കൊടുക്കണം. അപ്പൊ അമ്മക്ക് ഇഷ്ടായി, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇനി എനിക്കിഷ്ടായി. എനിക്ക് പണ്ടേ എനിക്കിഷ്ടമാണ്. എനിക്ക് എല്ലാ പായസവും ഇഷ്ടമാണ്. അതാണ്, ഭക്ഷണപ്രിയരൊക്കെ അങ്ങനെ തന്നെ, എല്ലാം കഴിക്കണം. അപ്പം മതി, നിങ്ങളെ ചളി മതി, ഇവിടെ പായസം കുടിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ പുതിയൊരു ഐറ്റംസ് ആയിട്ട് അടുത്ത പ്രാവശ്യം വരും. അതുവരേക്കും ബൈ ബൈ. See you.